Hi friends, myself Sri Lashmi, first year M.Ed scholar from Department of Education, University of Kerala. Here we are going to discuss about Sigmund Freud. He is an Austrian neurologist. He is known as the founding father of psychoanalysis. Sigmund Freud, born on 1856 and he died on 1939. He was the founding father of psychoanalysis. He suggests a method for treating mental illness and also a theory which explains human behavior. He explained human mind in the form of two models. ഹ്യൂമൻ മൈൻഡിൻ്റെ സ്ട്രക്ചർ അദ്ദേഹം രണ്ട് മോഡലിലൂടെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഫസ്റ്റ് വൺ ഈസ് ടോപ്പോഗ്രാഫിക് മോഡൽ, സെക്കൻഡ് വൺ ഈസ് സൈക്കിക് മോഡൽ. In this topographic model, he classified mind into three. മനസ്സിന് പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങളാണുള്ളത്: കോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് സ്റ്റേറ്റ്. ഇൻ ദി സൈക്കിക് മോഡൽ അദ്ദേഹം സെയിം മൂന്ന് ക്ലാസിഫിക്കേഷൻസ് പറയുന്നു: ഇറ്റ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. നെക്സ്റ്റ്, ഫ്രോയിഡ് ഡെവലപ്ഡ് മോർ സ്ട്രക്ചേർഡ് മോഡൽ ഓഫ് മൈൻഡ്, ഇറ്റ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. അദ്ദേഹം അതിനെ ഒരു സൈക്കിക് അപ്പാരറ്റസ്, he call it as psychic apparatus. അദ്ദേഹം മനുഷ്യ മനസ്സിനെ ഒരു ഐസ്ബർഗിനോടാണ് സാമ്യപ്പെടുത്തിയത്. The top of this iceberg is the conscious state and അതിന് തൊട്ട് താഴെയായിട്ടാണ് സബ് കോൺഷ്യസ് സ്റ്റേറ്റ് വരുന്നത്. അണ്ടർ ദ സീ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ഭാഗത്തിനെയാണ് അദ്ദേഹം എന്തെന്ന് പറയുന്നത്, അൺകോൺഷ്യസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. കോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. ഇൻ ദിസ് കോൺഷ്യസ് സ്റ്റേറ്റ് എ സ്മാൾ എമൗണ്ട് ഓഫ് മെൻ്റൽ ആക്ടിവിറ്റി വി നോൺ എബൌട്ട്. നമുക്ക് നമ്മളിൽ നടക്കുന്ന വളരെ ചെറിയ അളവിലുള്ള മെൻ്റൽ ആക്ടിവിറ്റീസ് മാത്രമേ ഈ കോൺഷ്യസ് ലെവലിൽ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ചിന്തകൾ, നമ്മൾ പെർസീവ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഇറ്റ് ഈസ് ഇൻ ദ കോൺഷ്യസ് സ്റ്റേറ്റ്. അടുത്തത് സബ് കോൺഷ്യസ്. സബ് കോൺഷ്യസിലാവുമ്പോൾ നമ്മുടെ മെമ്മറീസ്, അതുപോലെ തന്നെ സ്റ്റോർഡ് നോളജ്. ഇപ്പം നമ്മളിപ്പോൾ എക്സാം എഴുതാൻ പോവുകയാണ്. എക്സാം എഴുതുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിച്ച കാര്യത്തിനെ നമ്മുടെ കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് സബ് കോൺഷ്യസ് സ്റ്റേറ്റിൽ നിന്നും കൊണ്ടുവരുന്നു. അത്തരത്തിലുള്ള നോളജ് അല്ലെങ്കിൽ ഡേറ്റ എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? സബ് കോൺഷ്യസ് സ്റ്റേറ്റിലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ്. തിങ്സ് വി ആർ അൺഅവെയർ ആൻഡ് വി കനോട്ട് ബിക്കം അവെയർ ഓഫ് ഇറ്റ്. നമുക്കൊരിക്കലും അവെയർ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റാണ് ഈ അൺകോൺഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് ഇൻസ്റ്റിങ്ക്റ്റ് കാണും. ദാറ്റ് മീൻസ് സെക്ഷൽ ആൻഡ് അഗ്രസീവ് ഇൻസ്റ്റിങ്ക്ട്സ്. അപ്പോൾ ഇതെല്ലാം ഏതിലാണ് വരുന്നത്? അൺകോൺഷ്യസ് സ്റ്റേറ്റിലാണ് വരുന്നത്. ഈ സ്റ്റേറ്റിൽ നമ്മുടെ മനസ്സിനുള്ളിൽ ഭയങ്ങൾ, ഫിയർ, അൺഅക്സെപ്റ്റബിൾ സെക്ഷൽ ഡിസയേഴ്സ് കാണും, വയലന്റ് മോട്ടീവ്സ് കാണും, ഇമ്മോർട്ടൽ വിഷസ് കാണും, ഇമ്മോർട്ടൽ ഏർജസ് കാണും, സെൽഫിഷ് നീഡ്സ് കാണും, ഷെയിംഫുൾ എക്സ്പീരിയൻസ് കാണും, ട്രോമാറ്റിക് എക്സ്പീരിയൻസ് കാണും. ഇതെല്ലാം എവിടെ ഇൻബിൽട്ട് ആണ്? നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഇൻബിൽട്ട് ആണ്. അതൊരിക്കലും ഒരുപക്ഷെ പുറത്ത് വരില്ല. അത് പുറത്ത് വന്നാൽ തന്നെയും അത് മറ്റൊരു ഫോമിലായിരിക്കും പുറത്തു വരുന്നത്. ഓക്കെ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അവയിലെല്ലാം തന്നെ പറയുന്നുണ്ട്. നമ്മുടെ ഈ പറഞ്ഞപ്പോൾ ഡ്രീം അനാലിസിസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പുസ്തകമാണ്. അതിനകത്ത് അദ്ദേഹം ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് നമ്മുടെ അൺകോൺഷ്യസ് സ്റ്റേറ്റിലുള്ള കുറേ വികാരങ്ങളായിരിക്കണം മറ്റൊരു രൂപത്തിൽ നമ്മുടെ സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ ദ സൈക്കിക് പാത്തോളജി ഓഫ് എവറിഡേ ലൈഫ്, 3 essay on the theory of sexuality, the ego and the id, beyond the pleasure principle. ഇതൊക്കെ ഭയങ്കര ഫേമസ് ബുക്കുകളാണ് അദ്ദേഹത്തിൻ്റെ. ഈ ബുക്കുകളിലെല്ലാം നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ ഈ പറഞ്ഞ സ്റ്റേറ്റിൽ, അതായത് അൺകോൺഷ്യസ് ലെവലിൽ എങ്ങനെയാണ്, സബ് കോൺഷ്യസ് ലെവൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ കോൺഷ്യസ് ലെവൽ എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വെൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ് ഇത് ഈസ് ദ പാർട്ട് ഓഫ് അൺകോൺഷ്യസ് മൈൻഡ്. നമ്മൾ പറഞ്ഞു
സൈക്കിക് മോഡലിൽ പറഞ്ഞ ഇത് ഈഗോ സൂപ്പർ ഈഗോ അല്ലേ, അതിനകത്തുള്ള ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ പ്ലഷർ പ്രിൻസിപ്പിൾ ആൻഡ് അത് എവിടെ ഇൻബിൽട്ട് ആണ്, അൺകോൺഷ്യസ് മൈൻഡിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് രണ്ട് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, ഇറോസ് ആൻഡ് താനറ്റോസ്. ഫസ്റ്റ് വൺ നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇതെന്ന് പറയുന്നത് ഒരു പ്ലഷർ പ്രിൻസിപ്പിൾ ആണെന്ന് പറഞ്ഞല്ലേ. ഒരു ചൈൽഡ് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്? എപ്പോഴും ഒരു കാര്യത്തിന് ഡിമാൻഡ് ചെയ്യും അല്ലേ, ഐ വാണ്ട് ഇറ്റ് നൗ എന്നായിരിക്കും ചൈൽഡിൻ്റെ ബിഹേവിയർ. ചൈൽഡ് ഒരിക്കലും അതിൻ്റെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല അല്ലേ. എപ്പോഴും ചൈൽഡിന് അതിൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നത് മാത്രമായിരിക്കും ലക്ഷ്യം. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളൊരു മറ്റൊരു പാർട്ടാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഈഗോ പറയും നൈസ് പീപ്പിൾ ഡസൻ ഡു ദാറ്റ്. അങ്ങനെ ബിലീവ് ചെയ്യുന്ന ഒരു ഭാഗമാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും മൊറാലിറ്റി ബേസ്ഡ് ആയിരിക്കും ഈ സൂപ്പർ ഈഗോ ചെയ്യുന്നത്. ഇപ്പം നമുക്കൊരു ഐസ്ക്രീം കണ്ടു, പ്ലഷർ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഇത് പറയും ഐ വാണ്ട് ഇറ്റ് നൗ, പക്ഷേ സൂപ്പർ ഈഗോ പറയും അങ്ങനെ അത് വാങ്ങിക്കാനേ പാടില്ല, ഒരാളുടെ കയ്യിൽ നിന്ന് അതിൽ വാങ്ങിക്കാനേ പാടില്ല. അപ്പം ഇത് രണ്ടിനെയും നമ്മുടെ മനസ്സിൽ ഈ ഇതും സൂപ്പർ ഈഗോയും ഓൾവേസ് കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കോമ്പീറ്റ് ചെയ്യുമ്പോൾ മനുഷ്യ മനസ്സിൽ പോലീസ് ഫോഴ്സ് എന്ന് പറയുന്ന ഈഗോയാണ് ഈ രണ്ടിനെയും കോംപ്രമൈസ് ചെയ്യുന്നത്. നമുക്കത് വാങ്ങാം, പക്ഷേ നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാമല്ലോ. ദാറ്റ് ഈസ് ദ തിയറി അല്ലേ. അപ്പം ഈഗോ എന്താ ചെയ്യുന്നത്? ഇതിനെയും സൂപ്പർ ഈഗോയെയും എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. അപ്പം നമ്മളൊരു വെൽ ഡെവലപ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഈഗോ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗുഡ് പേഴ്സണാലിറ്റിക്ക് ഉടമയായി മാറാൻ നമുക്ക് കഴിയും. പിന്നെ ഫ്രോയിഡ് അസ്യൂംഡ് ദാറ്റ് it operated at an unconscious level according to the pleasure principle. അദ്ദേഹം പറയുന്നത് ഇതെന്ന് പറയുന്നത് പ്ലഷർ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്ന ഒന്നാണ്. ഇറ്റ് കംപ്രസസ് ടു കൈൻഡ് ഓഫ് ബയോളജിക്കൽ ഇൻസ്റ്റിങ്ക്റ്റ്. രണ്ട് തരത്തിലുള്ള ബയോളജിക്കൽ ഇൻസ്റ്റിങ്ക്റ്റുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ട് ഡ്രൈവ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇറോസ് ആൻഡ് താനറ്റോസ്. ദാറ്റ് ഈസ് ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റും ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റും. ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റും ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റും. ഇതിൽ ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് ഇറോസ് ആണ്. ഇറോസിൽ ഉൾപ്പെടുന്നത് റീപ്രൊഡക്ഷൻ, സസ്റ്റൈനബിൾ ലവ്, അട്രാക്ഷൻ, അഫെക്ഷൻ, കൈൻഡ്നെസ്, നെയ്ബർഹുഡ്, സെക്ഷുവാലിറ്റി, ഇതെല്ലാം എന്തിൽ ഉൾപ്പെടും? പ്രൊട്ടക്ഷൻ. ഇത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ള ലൈഫിനെ ലീഡ് ചെയ്യുന്നത്, ലവ് ദ എനിമീസ് എന്നൊരു കോൺസെപ്റ്റാണ് ഇറോസിനുള്ളത്. അറ്റ് ദ സെയിം ടൈം താനറ്റോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്ക് ആസ് ടു ഡൈ. ദാറ്റ് മീൻസ് ബ്രിങ് ആസ് ടു ക്ലോസർ ടു ഡെത്ത്. നമുക്ക് നെഗറ്റീവായിട്ടുള്ള കുറേ ഇമ്പൾസസ്, ദാറ്റ് ഈസ് അഗ്രഷൻ, റിസ്കി ബിഹേവിയേഴ്സ് അല്ലേ. നമ്മുടെ ആൽക്കഹോളിക് ആവുക, അല്ലെങ്കിൽ സ്മോക്കർ ആവുക, മർഡർ, വാർ, വയലൻസ്, സാഡ്നെസ്, ഡെത്ത്, ഇതെല്ലാം എന്തിൽ ഉൾപ്പെടുന്നതാണ്? താനറ്റോസിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്രോയിഡ് തന്നെ മുന്നോട്ട് വെച്ച ഒരു തിയറി പാർട്ടാണ് സൈക്കോസെക്ഷൽ സ്റ്റേജസ്. നമ്മുടെ മനസ്സിനെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. ഐസ്ബർഗിനോട് സാമ്യപ്പെടുത്തി ഇത് ഈഗോ, സൂപ്പർ ഈഗോ, കോൺഷ്യസ്, അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ് എന്ന് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. അതിനുശേഷം നമ്മുടെ ഈ ഒരു മനുഷ്യന് എല്ലായ്പ്പോഴും അവൻ്റെ സെക്ഷൽ എനർജി സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഡിഫറെൻറ്റ് സ്റ്റേജിലും ഡിഫറെൻറ്റ് രീതിയിലൂടെ ആയിരിക്കും. ആ സെക്ഷൽ എനർജി, എല്ലാ മനുഷ്യനും ഒരു സെക്ഷൽ എനർജി ഉണ്ട്. അദ്ദേഹം അതിനെ വിളിച്ച പേരാണ് ലിബിഡോ. ഈ ലിബിഡോ നമ്മൾ ഓരോ സ്റ്റേജിലും സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഓരോ പാർട്ടിലൂടെ ആയിരിക്കും. ഇറോജീനിയസ് സോൺ എന്നാണ് ആ ഭാഗങ്ങളെ അദ്ദേഹം വിളിച്ചത്. ഫോർ എക്സാമ്പിൾ, അദ്ദേഹം സൈക്കോസെക്ഷൽ സ്റ്റേജസിൽ 5 സ്റ്റേജസ് ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓറൽ സ്റ്റേജ്, സെക്കൻഡ് വൺ ഏനൽ സ്റ്റേജ്, തേർഡ് ഫാലിക് സ്റ്റേജ്, ഫോർത്ത് വൺ ലേറ്റന്റ് സ്റ്റേജ് ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ജെനിറ്റൽ സ്റ്റേജ്. ആ ഓറൽ സ്റ്റേജിൽ അദ്ദേഹം 0 to 18 മന്ത് വരെയാണ് ഈ ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ആ സമയത്ത് ബേബി ആയിരിക്കുന്ന സമയത്ത് ആ ബേബിയുടെ ഇറോജീനിയസ് സോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? മൗത്ത് ആയിരിക്കും. ദാറ്റ് മീൻസ് ബേബീസ് എന്ത് ചെയ്യും? എന്ത് സാധനം കിട്ടിയാലും അവരെന്ത് ചെയ്യും? വായിൽ വെക്കും. സക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും, അല്ലെങ്കിൽ സോളോ ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഓറൽ സ്റ്റേജിൽ കുട്ടികളുടെ
ഈ സക്കിങ് എന്ന് പറയുന്ന ഒരു പ്രവണത അതിനെ പ്രോപ്പറായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ നേരത്തെ സ്റ്റോപ്പ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ കുട്ടി സ്വാഭാവികമായിട്ടും ഹി വിൽ മൂവ്സ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ്, ഏനൽ സ്റ്റേജിലേക്ക് പോകും. പക്ഷേ അവിടെ ഒരു ഫിക്സേഷൻ സംഭവിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ദാറ്റ് ഈസ് ഓറൽ റിസെപ്റ്റീവ്സ്. അവരൊരു ഓറൽ റിസെപ്റ്റീവ്സ് ആവാം. ഫോർ എക്സാമ്പിൾ, അവർക്ക് ആൽക്കഹോളിക് അഡിക്റ്റ് ആവാം, സ്മോക്കിംഗ് അവരുടെ ഭാഗമാവാം, ഓവർ ഈറ്റിംഗ് എന്ന് പറയുന്ന അവരുടെ ഭാഗമാവാം. അതുപോലെ തന്നെ ഓറൽ അഗ്രസീവ്നെസ് അവരുടെ കൂടെ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ നെയിൽ ബൈറ്റിംഗ്, അതുപോലെ തന്നെ ചിലരൊക്കെ ഗോസിപ്പ് പറയുന്നവരുണ്ടാവും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഓറൽ സംബന്ധിച്ചുള്ള കുറച്ച് ഫിക്സേഷൻസ് അവർക്ക് ഉണ്ടാകാം. അതുപോലെ തന്നെ ആ പേഴ്സണാലിറ്റിയിൽ ഒരു പെസിമിസം അല്ലെങ്കിൽ അഗ്രസീവായിട്ട് അവർ കൂടുതലും ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഉള്ള പേഴ്സണാലിറ്റീസ് ആയിരിക്കും എന്നാണ് ആര് പറയുന്നത്, ഫ്രോയിഡ് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏനൽ സ്റ്റേജ്. ഇൻ ദിസ് ഏനൽ സ്റ്റേജ് 18 to 3 years, 18 മുതൽ 3 വയസ്സ് വരെയാണ് ഈ ഏനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ രണ്ട് സ്റ്റേജിലും നമുക്ക് ഈഗോ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയം കുട്ടികളുടെ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഏനസ് ആയിരിക്കും. ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പെല്ലിംഗ് ഓഫ് ദ ഫേസസ്, അതായിരിക്കും കുട്ടികൾ കൂടുതലും ചെയ്യാറ്. During the anal stage, the psychosexual development, the libido become focused on the anus, and the child derives great pleasure from defecating. The child is now fully aware that they are a person in their own right, and that their wishes can bring them into conflicts with the demand of the outside world. In this stage, anal expulsive personalities is also messy, disorganized and rebellious. അതായത് ഈ ഒരു സ്റ്റേജ് സ്കിപ്പായാൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ സാറ്റിസ്ഫാക്ഷൻ കുട്ടികൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികൾ എങ്ങനെയായിരിക്കും? അവരുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് മെസ്സി ആയിരിക്കും. അവർ ഒരുപാട് ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ റിബല്ലിയസ് ആയിരിക്കും എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. അതുപോലെ തന്നെ ബൗവൽ ഏരിയയും ബ്ലാഡറും കൺട്രോൾ ചെയ്യുന്നതാണ് ഇവരുടെ ഇറോജീനിയസ് സോൺ എന്ന് പറയുന്നത്. ഈ സമയത്ത് പാരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും പ്രോപ്പർ ടോയ്ലറ്റ് ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കണം. ദാറ്റ് മീൻസ് അവരുടെ ക്രിയേറ്റിവിറ്റി ആയാലും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ഈ ഒരു സ്റ്റേജ് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇൻ കേസ് നമ്മൾ ഒരുപക്ഷെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്, ചിലർ പാരൻസ് എന്തായിരിക്കും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും അല്ലേ, ചിലർ എന്തായിരിക്കും ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു മാനറിസം ആയിരിക്കും. അപ്പം അതിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരൻസ് ആണ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് അവർ ഈ ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പാരൻസ് സ്ട്രിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ ഏനൽ റിട്ടൻറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ആ റിജിഡിറ്റി കുട്ടികളിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒബ്സസീവ് ആയിട്ടുള്ള ഒരു കുട്ടികളായിരിക്കും, അവർ ഒട്ടും അഡ്ജസ്റ്റബിൾ ആയിരിക്കില്ല. അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഈസി ആയിട്ട് ഒട്ടും ശ്രദ്ധിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ പാരൻസ് കുട്ടികളെ ശ്രദ്ധിക്കുന്നേയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഏനൽ എക്സ്പൾസീവ് ആയിരിക്കും, അവർ ഭയങ്കര ഡിസോർഡർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ആസ് എ പാരന്റ് അല്ലെങ്കിൽ ആസ് എ ടീച്ചർ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെത്തേഡ് വേണം ചൂസ് ചെയ്യാൻ ഇൻ ദിസ് ഏനൽ സ്റ്റേജ്. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഫിക്സേഷൻ അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫാലിക് സ്റ്റേജ്. ഈ ഫാലിക് സ്റ്റേജിൽ ഈ സൂപ്പർ ഈഗോ എമേർജിങ് ടൈമാണ്, സൂപ്പർ ഈഗോ എമേർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അദ്ദേഹം പറയുന്നു ഇറ്റ്സ് ദ തേർഡ് സ്റ്റേജ് ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് സ്പാനിങ് ദ ഏജ് ഓഫ് 3 to 6 years. 3 മുതൽ 6 വയസ്സ് വരെയാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ലിബിഡോ സെൻറ്റേർഡ് അപ്പോൺ ദെയർ ജെനിറ്റൽ ഏരിയ ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ദ ഇറോജീനിയസ് സോൺ. ജെനിറ്റൽ ഏരിയാസ് ആണ് അവരുടെ ഇറോജീനിയസ് സോൺ എന്ന് പറയുന്നത്. ചൈൽഡ് ബിക്കംസ് അവെയർ ഓഫ് അനാറ്റമിക്കൽ സെക്സ് ഡിഫറൻസസ്. ഈ ഒരു സ്റ്റേജിൽ ഒരു 6 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ് സെക്സ് ഡിഫറൻസ്, ബോയ് ഗേൾ എന്നൊരു സെക്സ് ഡിഫറൻസ് മനസ്സിലായി തുടങ്ങുന്നു. വിച്ച് സെറ്റ്സ് ഇൻ മോഷൻ ദ കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ഇറോട്ടിക് അട്രാക്ഷൻ. അതായത് കുട്ടികൾക്ക്
ഓപ്പോസിറ്റ് സെക്സിനോടൊരു അട്രാക്ഷൻ ഉണ്ടാവാം, ചിലർക്ക് ഉണ്ടാവാം ജെലസി ഉണ്ടാവാം, ഫിയർ ഉണ്ടാവാം, ഇതൊക്കെ തോന്നാം. അത് അദ്ദേഹം പറയുന്ന 2 കാര്യങ്ങളിലൂടെയാണ്, അതായത് ഈഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് ഇലക്ട്ര കോംപ്ലക്സ്. ബോയ്സിനുണ്ടാവുന്ന ഒരു മെന്റൽ എന്താണ്, അതായത് ആൺകുട്ടികൾക്ക് അമ്മയോട് ഭയങ്കരമായ ഒരു അഫെക്ഷൻ, സ്നേഹം ഒക്കെ തോന്നാം. അതേസമയം അവർക്ക് എന്ത് ചെയ്യാം, ഫാദറിനോട് ഒരു ദേഷ്യം, അമ്മയുടെ ലവ് തനിക്ക് കിട്ടാത്തത് ഫാദർ കൊണ്ടാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു കോംപ്ലക്സ് അവരിൽ ഡെവലപ്ഡ് ആവുന്ന സമയമാണ്. അദ്ദേഹം അതിനെ വിളിച്ചത് ഇഡിപ്പസ് കോംപ്ലക്സ് എന്നാണ്. അതുപോലെ തന്നെയാണ് ഈ ഇലക്ട്ര കോംപ്ലക്സും. അത് ഗേൾ ചൈൽഡിൽ കാണപ്പെടുന്നതാണ്. ഗേൾ ചൈൽഡിന് ഓപ്പോസിറ്റ് സെക്സ് ആയ ഫാദറിനോട് എന്ത് തോന്നും, ഒരു അഫെക്ഷനും ലവും ഒക്കെ തോന്നും. അവിടെ ഗേൾസിന് മദറിനോട് ജലസിയോ അങ്ങനെയൊന്നും തോന്നുന്നില്ല, പക്ഷേ ഫാദറിനോട് ഭയങ്കരമായ ഒരു അഫെക്ഷൻ, ലവ് തോന്നുന്നതാണ് ഈ ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും ഇറ്റ് ഈസ് arises in this phallic stage up to the age of 6th. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് latency stage. In this latency stage, it is the 4th stage of psychosexual development and spanning the period of 6 years to puberty. Puberty വരെ എത്തി നിൽക്കുന്നതാണ് ഈ latency stage എന്ന് പറയുന്നത്. During this stage, the libido is dominated and no further psychosexual development takes place. ഫർദർ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ്സ് ഒന്നും ഉണ്ടാകുന്നില്ല എങ്കിലും കുട്ടികളിൽ ഒരു ലേറ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിഡൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹിഡൻ ആയിട്ട് കുറേ സെക്ഷൽ ഇമ്പൾസസ് കാണും. ഈ ഹിഡൻ ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കുട്ടികൾ ആ സമയത്ത് സ്കൂളിലായിരിക്കുമല്ലോ, അവർക്ക് ഒരുപാട് വർക്കുകൾ കാണും, ഹോബീസ് കാണും, ഫ്രണ്ട്ഷിപ്പുകൾ കാണും. ഈ സെക്ഷൽ എനർജിയെ സബ്ലിമേറ്റഡ് ടുവേർഡ്സ് ദ സ്കൂൾ വർക്കിലേക്ക് സബ്ലിമേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ സെക്ഷൽ ഇമ്പൾസസിനെ റിപ്രസ്ഡ് ആയിരിക്കും, അത് കുട്ടികളിൽ റിപ്രസ്ഡ് ആണ്, ദാറ്റ് ഇസ് ഹിഡൻ ആണ്, ലേറ്റന്റ് ആണ്. ഈ ലേറ്റന്റ് ആയിട്ടുള്ളതിനെ സബ്ലിമേറ്റ് ചെയ്യുന്നു എന്താണ്, സ്കൂളിലെ വർക്കുകളിൽ, ആക്ടിവിറ്റീസിൽ. അതായത് ഈ കുട്ടികളെ നമ്മൾ ഒരുപാടായിട്ട് എന്ത് ചെയ്യുക, ഈ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മച്ച് ഓഫ് ദ ചൈൽഡ്സ് എനർജി ഈസ് ചാനലൈസ്ഡ് ഇൻ ടു developing new skills and acquiring new knowledge, and play become largely confined to other children of the same gender. കുട്ടികൾ എന്തിനു ശ്രമിക്കും, ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ അവരുടെ സെയിം ജെൻഡറുമായിട്ട് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കും, കളിക്കാനായാലും ഒരു കമ്മ്യൂണിക്കേഷൻ, ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഏർപ്പെടുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കുട്ടികളുടെ എനർജി അവരുടെ നോളജ് ബിൽഡ് ചെയ്യാനും സ്കിൽ ഡെവലപ്ഡ് ആവാനും വേണ്ടി ചാനലൈസ് ചെയ്യുക ഈ ഒരു സ്റ്റേജിൽ. ആസ് എ ടീച്ചർ, ആസ് എ പാരന്റ്, ആസ് എ ടീച്ചർ നമ്മൾ ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യും, അവരുടെ സെക്ഷൽ എനർജി നെഗറ്റീവായിട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ചാനലൈസ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ജെനിറ്റൽ സ്റ്റേജ് ആണ്. ഈ കുട്ടികൾ ഈ ലേറ്റൻസി സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു, ഈ സെക്ഷൽ ഫീലിങ്സിനെ എല്ലാം സോഷ്യൽ സ്കില്ല് വളരാനും അതുപോലെ തന്നെ വാല്യൂഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അല്ലേ. അപ്പോൾ ഇൻ ദിസ് ജെനിറ്റൽ സ്റ്റേജ് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ ഹാവ് ബിക്കം മോർ ഡെവലപ്ഡ്. ഈ ഒരു സ്റ്റേജിൽ ഈഗോ ആയാലും സൂപ്പർ ഈഗോ ആയാലും ഡെവലപ്ഡ് സ്റ്റേറ്റ് ആണ്. This allow the individual to have more realistic way of thinking and establish an assortment of social relations apart from the family. കുട്ടികൾ കൂടുതലായിട്ടും സോഷ്യൽ റിലേഷൻസിൽ ഇൻവോൾവ് ആവുന്ന സമയമാണ്. അവർക്ക് ഇറോജീനിയസ് സോൺ എന്ന് പറയുന്നത് ഒരു മെച്ചോർഡ് ആയിട്ടുള്ളൊരു സെക്ഷൽ ഇൻട്രസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുന്നത് ഈ ഒരു സമയത്ത്. ദ ജെനിറ്റൽ സ്റ്റേജ് ഈസ് ദ latest stage and is considered the highest level of maturity. കുട്ടികളിൽ ഒരു ഹയസ്റ്റ് ലെവൽ ഓഫ് മെച്യൂരിറ്റി കാണിക്കുന്ന ഒരു സ്റ്റേജ് ആണിത്. ഇൻ ദിസ് സ്റ്റേജ് ദ അഡൾട്ട് ബിക്കം കേപ്പബിൾ ഓഫ് 2 സൈൻസ് ഓഫ് മെച്ചുറേഷൻ, വർക്ക് ആൻഡ് ലവ്. അവരുടെ ഈ ഒരു മെച്ചുറേഷൻ വർക്കിലായാലും സ്നേഹിക്കുന്നതിലായാലും ലവിലായാലും മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ലവും മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യുന്നതിലൊക്കെ ഒരു മെച്യൂരിറ്റി അവരെ കാണിക്കും. The stage is initiated in puberty but may not be completed until when into the adult year. ഒരു adult year ആയാലും ഇത് കംപ്ലീറ്റ് ആവുന്നതെന്ന് അദ്ദേഹം പറയുന്നില്ല, ഇറ്റ്സ് ഗോയിങ് ഓൺ.
അതാണ് അദ്ദേഹം പറയുന്നത്. പ്യൂബർട്ടി തൊട്ട് ഡെത്ത് വരെയും ഈ ഒരു ഇത് കണ്ടിന്യൂ ചെയ്യുന്നു. The genital stage is the last stage of Freudian psychosexual theory of personality development and being in puberty. It is a time of adolescent sexual experimentation, the successful resolution of which is settled down in a loving one-to-one relationship with another person in our 20s. അതായത് കുട്ടികൾ കൂടുതലായിട്ടും മെച്യൂർഡ് ആയിട്ടുള്ളൊരു സെക്ഷൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മെച്യൂർഡ് ആയിട്ടുള്ളൊരു ലവ് ഒക്കെ കാണിച്ചു തുടങ്ങുന്ന സമയമാണ് 20s എന്നൊക്കെ പറയുന്നത്. നമുക്കൊരു മെച്യൂർഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട് ബെറ്റർ നോട്ട് ബി എ പാരന്റ് ദാൻ ബി എ ബാഡ് പാരന്റ് അല്ലേ. അപ്പോൾ നമ്മളൊരു കുഞ്ഞിനെ വളർത്തുമ്പോൾ ഈ ഒരു സ്റ്റേജസ് ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഒരുപാട് കുട്ടികളുടെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ ഈ ഒരു സ്റ്റേജസിലെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. ലെറ്റ് വി മൂവ് ടു ദ കൺക്ലൂഷൻ. സിഗ്മണ്ട് ഫ്രോയിഡ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ദ ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് who relies on creating a completely different approach that is based on the understanding of human personality. Many of his theories are used by many psychologists. They have decided to follow his legacy, the psychoanalysis therapy. ഒരുപാട് സൈക്കോളജിസ്റ്റ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള മെത്തേഡാണ് അദ്ദേഹത്തിൻ്റെ സൈക്കോ അനാലിസിസ് തെറാപ്പിയൊക്കെ. ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് തിയറി ഇൻക്വയർഡ് അബൌട്ട് ദ ഇമ്പൾസസ് ദാറ്റ് എവറി ഹ്യൂമൻ ബീയിങ് കീപ് ഇൻ ഹിസ് അൺകോൺഷ്യസ് ആൻഡ് എയിം ടു പ്രൊവൈഡ് എ സിറ്റുവേഷൻ ഓഫ് rediscovery of oneself in order to promote an improvement of the current psychic state. അതായത് നമ്മളെ ഇപ്പോൾ ഒരു അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ എന്താണെന്ന് നമുക്കറിയില്ല അല്ലേ. ആ അൺകോൺഷ്യസ് സ്റ്റേറ്റിൽ എന്താണെന്ന് സ്വയം മനസ്സിലാക്കുക, സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്, സെൽഫ് ഡിസ്കവറി പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കറണ്ട് സൈക്കിക് സ്റ്റേറ്റിനെ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ആര് ശ്രമിക്കുന്നത്. ഈ ഒരു തിയറിയിലൂടെ സൈക്കോ സെക്ഷൽ തിയറി ആയാലും സൈക്കോ അനാലിസിസ് ആയാലും സ്ട്രക്ചർ ഓഫ് മൈൻഡിലൂടെ ആയാലും എല്ലാം ഫ്രോയിഡ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഫ്രോയിഡിയൻ തിയറിക്ക് ഒരുപാട് ക്രിറ്റിസിസംസ് ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം കൂടുതലും നേരിട്ട ക്രിറ്റിസിസംസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എംപിരിക്കലി ടെസ്റ്റഡ്. അദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ ഇറ്റ്സ് നോട്ട് എംപിരിക്കലി ടെസ്റ്റഡ്. അത് അദ്ദേഹം നേരിട്ട ഒരു വലിയ ക്രിറ്റിസിസം ആയിരുന്നു. ഒരു വേഗ് പ്രഡിക്ഷൻസ് ആണ്. നമുക്കറിയാം ഇൻ ഡ്രീം അനാലിസിസ് ഒക്കെ പറയുമ്പോൾ ഇറ്റ്സ് വെരി വേഗാണ്, ഭയങ്കര വേഗായിട്ടുള്ള പ്രഡിക്ഷൻസ് ആണ് അതിൽ പറയുന്നത്. അപ്പം അതൊക്കെ നോർമലി ഡൈജസ്റ്റബിൾ ആയിട്ട് തോന്നിയില്ല അന്ന് ഉണ്ടായിരുന്നവർക്ക്. സ്വാഭാവികമായിട്ടും അതൊരു നോർമലി ഡൈജസ്റ്റഡ് ആയിരുന്നില്ല. ആൻഡ് ഓൾസോ ഇറ്റ്സ് ഓൺലി ബേസ്ഡ് ഓൺ ദ സെക്ഷൽ ഡ്രൈവ്സ്. ഒരു സെക്ഷൽ ഡ്രൈവ്സ് എന്തിപ്പം ഈവൻ ബ്രസ്റ്റ് ഫീഡിങ് പോലും അദ്ദേഹം ഒരു സെക്ഷൽ ഡ്രൈവ് ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതൊന്നും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലുള്ള കുറച്ച് ഹെട്രോജീനിയസ് സെക്ഷൽ ഗ്രൂപ്പിനെയാണ് അദ്ദേഹം കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തത്. അതൊക്കെ ഈ ഒരു തിയറീസ് നേരിട്ട ക്രിറ്റിസിസംസ് ആയിരുന്നു. Then thank you for patient listening.